ഇസ്ലാമിക വിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുത്ത ആശയമാണ് വഖഫ്. ഇസ്ലാമിക നിയമം പറയുന്ന വിശുദ്ധവും മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ പേരിൽ സമർപ്പിക്കുന്ന സ്വത്തെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നൽകുന്ന സ്വത്തിന് വഖഫെന്നും നൽകുന്നയാൾക്ക് വാക്കിഫ് എന്നുമാണ് പറയുക. വഖഫ് എന്ന പദത്തിൽ തന്നെ അതിൻ്റെ ലക്ഷ്യവുമുണ്ടെന്ന് പറയാം. വഖഫ് എന്ന പദത്തിനർത്ഥം നിർത്തൽ എന്നാണ്. അതായത് മുറിഞ്ഞു പോകാതെ എന്നും നിലനിൽക്കുന്ന ദാനം. സാധാരണ ദാനങ്ങൾ അപ്പോഴുള്ള ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുകയും അതിൻ്റെ പ്രയോജനം അതോടെ അവസാനിക്കുകയും ചെയ്യുമ്പോൾ ഭൂമി പോലെയുള്ള സ്വത്തുക്കൾ വഹബായി നൽകുമ്പോൾ അതിൻ്റെ ഗുണം കാലങ്ങളോളം തുടരും. 1954 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് വഖഫ് നിയമം പാസാക്കിയത്. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങളുടെ ഭൂമി വഖഫ് ബോർഡുകൾക്കാണ് നൽകിയത്. 1964 കേന്ദ്ര വഖഫ് കൗൺസിലും 1995 എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വഖഫ് ബോർഡുകളും രൂപീകരിച്ചു. 54 നിയമം ഭേദഗതി ചെയ്താണ് 1995 നിയമം പാസാക്കിയത്. ഈ നിയമത്തിലാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുന്നത്. 44ഓളം ഭേദഗതികളാണ് ബില്ലിലൂടെ വരുന്നത്. എന്നാൽ ഇതിൽ വിവാദമായിരിക്കുന്നത് ചില വ്യവസ്ഥകളാണ്. അതിലൊന്ന് സ്ത്രീ പ്രാതിനിധ്യവും മുസ്ലിമിതര വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യവുമാണ്. അയോധ്യയിലെയും ഗുരുവായൂരിലെയും അമ്പല കമ്മിറ്റികളിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമോ എന്ന പ്രതിപക്ഷ ചോദ്യത്തിൻ്റെ ആധാരവും ഇതാണ്. ഇതോടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡിൽ 2 മുസ്ലിമിതര വിഭാഗക്കാരെ കൂടി നിയമിക്കും. സർക്കാരിൻ്റെ ചൊൽപ്പിടിക്ക് നിൽക്കുന്ന ഒരാൾ CEO ആവാനാണ് സാധ്യത. വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുന്ന നിയമമാണ് വരുന്നതെന്നും വിമർശകർ പറയുന്നുണ്ട്. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് മതത്തിലുള്ള കടന്നുകയറ്റമാണെന്നാണ് പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും വ്യക്തമാക്കുന്നത്. ബില്ല് മതപരമായ വിഷയത്തിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. നാളെ മറ്റ് മതങ്ങളിലും ഇതേ നിലയിൽ കടന്നുകയറ്റമുണ്ടാകും. ഇത് വിഭജന രാഷ്ട്രീയമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ വഖഫ് ബിൽ പാസ്സായി വന്നാൽ വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റക്കാർക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് മറ്റൊരാരോപണം. പുതിയ ബിൽ പ്രകാരം വഖഫ് സ്വത്തുക്കൾ കർശന നിരീക്ഷണത്തിലായിരിക്കും. ഒരു വസ്തുവിനെ വഖഫ് അല്ലെങ്കിൽ സർക്കാർ ഭൂമിയായി തരംതിരിച്ചിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള പ്രാഥമിക അധികാരി ജില്ലാ കളക്ടറായിരിക്കും. ഇതോടെ ഏത് ഭൂമിയും തരംതിരിക്കാനും വഖഫായി പ്രഖ്യാപിക്കാനും അധികാരം നൽകുന്ന വകുപ്പ് 40 അസാധുവാകും. നേരത്തെ ഇത്തരം അധികാരം വഖഫ് ട്രിബ്യൂണലിനായിരുന്നു. കളക്ടർ തന്നെയായിരിക്കും തർക്കഭൂമികൾ പരിശോധിക്കുക. ഭൂമിയുടെ രജിസ്ട്രേഷനായി പ്രത്യേക പോർട്ടൽ സജ്ജീകരിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. ഇവയെല്ലാം ഒരു ജനവിഭാഗത്തിൻ്റെ വിശ്വാസ പ്രമാണത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും 75 കൊല്ലമായി നിലവിലുള്ള നിയമത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നടക്കുന്നത് അട്ടിമറി നീക്കമാണെന്നും ലീഗ് അടക്കമുള്ളവർ വ്യക്തമാക്കുന്നുണ്ട്. വഖഫ് സ്വത്തുകളിൽ സർക്കാരിൻ്റെ നിയന്ത്രണം ഉറപ്പുവരുത്തുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. നിലവിൽ വഖഫ് സ്വത്തുക്കളുടെ കൈകാര്യം നിയമവിധേയമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നിരിക്കെ നിയന്ത്രണമല്ല അമിതാധികാരമാണ് ഉന്നമിടുന്നതെന്ന് സംശയിക്കണം. സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനവും നടത്തിപ്പിനുള്ള പൂർണ്ണാധികാരവും വഖഫ് ബോർഡുകൾക്ക് നൽകുന്ന വഖഫ് നിയമത്തിലാണ് കാര്യമായ ഭേദഗതി കൊണ്ടുവരുന്നത്. റവന്യൂ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചു മാത്രമേ സ്വത്തുക്കൾ വഖഫിലേക്ക് മാറ്റാനാകൂ എന്ന നിർദ്ദേശവും സംശയാസ്പദമാണ്. വഖഫ് ചെയ്യുന്ന വേളയിൽ അനാവശ്യ തടസ്സങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ബിൽ പാസ്സാകുന്നതോടെ വഖഫ് സ്വത്തുക്കൾ വളരെ എളുപ്പത്തിൽ കയ്യേറ്റക്കാർക്ക് സ്വന്തമാക്കാനാകും. ഇപ്പോൾ തന്നെ വലിയ നിലയിൽ കയ്യേറ്റം നടക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ കാര്യത്തിൽ ഇത് പേടിപ്പെടുത്തുന്നതാണ്. തർക്കഭൂമികൾ എന്ന പേരിലുള്ള വഖഫ് സ്വത്തുക്കളിൽ സർക്കാരിന് പുതുതായി പരിശോധന നടത്താനുള്ള അവകാശം ഭേദഗതി ബിൽ നൽകുന്നുണ്ട്. ഇതോടെ തർക്ക സ്വത്തുക്കളിൽ സർക്കാർ നിലപാട് നിർണായകമാകും. രാജ്യത്തിൻ്റെ പല ഭാഗത്തും മുസ്ലിം ആരാധനാലയങ്ങളും വഖഫ് സ്വത്തുക്കളും തർക്കഭൂമികളാക്കാൻ വലിയ ഗൂഢാലോചനകൾ നടക്കുമ്പോൾ ഈ നീക്കം ദുരൂഹമാണെന്നും ഇവർ പറയുന്നു. അതേസമയം നിർദ്ദിഷ്ട ഭേദഗതികൾ മുസ്ലിം പൗരന്മാരുടെ അവകാശങ്ങൾ മാത്രമല്ല മതപരമായ സ്വത്തുക്കൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26ൻ്റെയും ലംഘനമാണെന്നാണ് പ്രതിപക്ഷമടക്കം വ്യക്തമാക്കുന്നത്. മുസ്ലിങ്ങളുടെ സ്വകാര്യ സ്വത്തുക്കൾ പോലും ബുൾഡോസർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാലത്താണ് ഇത്തരമൊരു നിയമം കൂടി വരുന്നതെന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനയുടെ 14, 15, 27 ഭേദഗതികളുടെ ലംഘനമാണെന്ന്
അസദുദ്ദീൻ ഉവൈസി പ്രതികരിച്ചപ്പോൾ മതാടിസ്ഥാനത്തിൽ ജനത്തെ ധ്രുവീകരിക്കാനുള്ള നീക്കമാണിപ്പോൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം.